രൂപത്തിലൊരു ചെറിയൊരു മാറ്റം കാണുന്നു. എന്താണ്, എന്ത് പറ്റി? ഒരു മീശ, കൊമ്പം മീശ വന്നിരിക്കണം. അത് വെറുതെ വെച്ച് വേണമെങ്കിൽ വെട്ടിക്കളയാൻ ഇപ്പം തന്നെ. അയ്യോ, നിർബന്ധമൊന്നുമില്ല, വേണം നിർബന്ധമൊന്നുമില്ല, വെറുതെ വെച്ചു മാത്രം. മീശ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ജയേട്ടൻ ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാവുന്നതാണ്. അതിനുള്ള ലൈസൻസ് ജയേട്ടൻ തന്നെ. ഞാൻ പീഡിപ്പിക്കാറൊന്നുമില്ല, മനസ്സിൽ തോന്നുന്നു വിളിച്ച് പറയുന്നത് മാത്രം. ചിലർക്ക് പേടിയായിട്ട് തോന്നും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചിലർക്ക് ജയേട്ടനെ വലിയ പേടിയാണ്. അതെനിക്കറിയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു കഴിഞ്ഞ മാസം കൊണ്ട് കോഴിക്കോട്ടൊരു പരിപാടിക്ക് എൻ്റെ കൂടെ ആദ്യം പാടിയ 65 എൻ്റെ കൂടെ പാടിയ കുഞ്ഞാലിമരിക്കാരിലൊരു പ്രേമ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ കോഴിക്കോട്ടുള്ളതാണ്. വർഷങ്ങൾ ഇപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പ്രേമ കഴിഞ്ഞ മാസമാണ് കാണുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു മുല്ല പൂമാലയുമായി എന്ന പാട്ടാണ് ആദ്യം പാടിയത് കുഞ്ഞാലിമരിക്കാരിൽ. ഞങ്ങളൊന്നിച്ച് പാടിയതാണ്. അത് ആദ്യം പാടിയ പാട്ടല്ലേ? ആദ്യത്തെ പാട്ട്. പക്ഷെ അതല്ല ആദ്യം ഇറങ്ങിയത്. അല്ല, ആദ്യം ഇറങ്ങിയത് മഞ്ഞാലി. കറക്റ്റ്. അപ്പോൾ ഈ പരിപാടി ഞങ്ങൾ ഒന്നിച്ച് പാടി. പിന്നെ ശേഷം ഈ അന്നാണ് പ്രേമയെ കാണുന്നത്. പ്രേമ കാണുമ്പോൾ എല്ലാം രൂപമെല്ലാം മാറിയിരിക്കും. അപ്പോൾ സംസാരിച്ച് അപ്പോൾ ഞങ്ങളൊന്നിച്ച് 2 ലൈൻ പാടിയത്. പ്രേമയ്ക്ക് എന്നേക്ക് ആ പാട്ട് കൂടുതൽ ഓർമ്മയുണ്ട്. എനിക്ക് വരികളൊന്നും ഓർമ്മയില്ല, പാടി. പക്ഷേ പ്രേമ പറഞ്ഞപ്പോൾ എന്താ, അപ്പോൾ ജയനോട് ഞങ്ങളൊരു എന്നേക്കാ ഒരു പ്രായം ജയൻ, അന്ന് എനിക്ക് എപ്പോഴും ജയനെ കണ്ടാൽ പേടിയായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ട്, ഞാൻ ആരെ പേടിപ്പിക്കണേ? അല്ല, അങ്ങനെയാണ് എല്ലാവർക്കും ഒരു പേടിയെന്നൊരു ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പേടിക്കാനും ഞാൻ വളരെ ഒരു ഇതിട്ടുള്ള, പക്ഷേ ഈ ആവശ്യം വലിയ വളരെ സാധുവാണെന്നും പാവമാണെന്നും ചേട്ടനെ അറിയാവുന്നവർക്കറിയാം. പാവമൊന്നുമല്ല, ഒരു പാവം ക്രൂരനാണെന്നാണ് പറഞ്ഞത്. അല്ല അങ്ങനെ ഞാൻ വല്ല, പക്ഷേ ഈ കുറച്ച് പ്രശ്നം വെച്ചാൽ ഒരു ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്നൊരു ദേഷ്യവും പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പറയും വെച്ച് അങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്തുകൂടെ നോക്കും. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും കൺട്രോൾ ചെയ്ത് സംസാരിക്കും. പക്ഷേ ചില സമയത്ത് ഒന്ന് അതിൻ്റെ നേച്ചറാണ്, മാറാൻ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അതൊക്കെ പിന്നെ ചേട്ടാ നമ്മുടെ DNA വന്ന് പെടുന്ന, അതൊന്നും ഒരു പരിധിക്കപ്പുറത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ താങ്കൾക്ക് ഈ നൈസർഗികമായ താങ്കളുടെ ഈ സ്വഭാവവും ഭാവമാണ് ജനങ്ങൾക്ക് ഇഷ്ടം. എന്തിനേയും മാറ്റം നോക്കുന്നത്? ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ നോക്കില്ല. ചിലർ പറയും ചേട്ടൻ ഈ പ്രകൃതം ഒന്ന് മാറ്റണം. അത് അവർക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ട് പറയുക. ഞാൻ അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള ദേഷ്യം വന്നാൽ വല്ലതും വിളിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ജയേട്ടൻ്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതാണ്. ഞാൻ ജയേട്ടനെ എൻ്റെ ഈ പരിപാടിയിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാനൊരു കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ കേരളത്തിൻ്റെ സംഗീതധാരയെക്കുറിച്ചുള്ള ഏത് ചർച്ചയും അല്ലെങ്കിൽ ഏത് സംഭാഷണവും അല്ല അഭിമുഖവും ജയേട്ടൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല, അത് അപൂർണമാണ്. അത് ഞാൻ മുഴുവൻ അത് ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ നമ്മൾ അന്നത്തെ ഒരു പഴയ ഒരു ആ കാലത്തുള്ള പാട്ടുകാരൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പറയാം. അത് പൂർണ്ണമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് ഇപ്പോൾ അഫ്കോഴ്സ് ഈ ആ കാലത്ത് നല്ല പാട്ട് പഴയ കാലത്ത് പാടിക്കൊണ്ട് ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട്, അത്ര പറയാൻ പറ്റുള്ളൂ. അല്ല, ജയേട്ടൻ ഒരുപക്ഷെ മനസ്സിലുള്ള വിനയം കൊണ്ടും എളിമ കൊണ്ടും ഇത് സമ്മതിക്കാതിരിക്കുന്നോ പറയാതിരിക്കുന്നോ. ഒരു കാര്യം എളിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല, നമ്മളാരും ഇല്ല, ഒന്നുമില്ല, നമ്മളെക്കാൾ വലിയ വലിയ ആളുകളുണ്ടെന്ന് ഞാൻ എപ്പോഴും ഇന്നലെ കൊണ്ട് ആദ്യം ഒരു സംഗീതം പഠിപ്പിക്കുന്നൊരു സംഗീതാധ്യാപകൻ കുട്ടികളെ പറഞ്ഞുകൊണ്ട് എളിമയാണ്. താൻ ആരുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ. അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു, അല്ലാണ്ട് ചിലർക്ക് അതിൽ നമുക്കറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് പഴയ വലിയ വലിയ ആൾക്കാരെ, മഹാന്മാരായ പാട്ടുകാരുടെയോ സംഗീതജ്ഞന്മാരുടെ വിവരം പറഞ്ഞു കൊടുക്കുമ്പോഴേ അവർക്ക് അവരെ എത്രത്തോളം എത്തി അവരെക്കാൾ എത്രയോ പിന്നിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ വളരെ പല പാട്ടും ഇപ്പോൾ ഞാൻ ഒരു കാറിലൊരു ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു പാട്ട് കേൾപ്പിച്ചു, ഒരു ഗസൽ, ഈ മറ്റേ ഭൂപീന്ദ്രയുടെ ഗസൽ കേട്ടു. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നി, അയ്യോ എങ്ങനത്തെ സുഖമായിട്ട് എനിക്കിങ്ങനെ പാടാൻ പറ്റും, സത്യം തോന്നി. ഇതൊരു ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ അയാളോട് എനിക്ക് ഒന്നുകൂടെ കേൾക്കണം, അത് എനിക്കൊരു കോപ്പി തരണം. സോ അത് ഭൂപേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഫോഴ്സ് അതിലും എൻ്റെ മനസ്സിലുള്ള പാട്ടുകാരെന്നൊക്കെ പറഞ്ഞ ഫോഴ്സ് വലിയ നമുക്ക് സിനിമാ പാട്ടുകാരനായതുകൊണ്ട് അപ്പോൾ അതിനാൽ ഈ സംഗീതം ഇപ്പോൾ ഹിന്ദു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ അത് വേറൊരു സെക്ഷൻ. സിനിമയ്ക്ക് അതിൻ്റേതായിട്ടൊരു പ്രശസ്തി കിട്ടും പലപ്പോഴും.
ഒരു പോപ്പുലാരിറ്റി, അതെ പോപ്പുലാരിറ്റി ഗ്ലാമർ വരും. ഗ്ലാമർ മാത്രമേ ഉള്ളൂ അതിന്. ഗ്ലാമർ ഉണ്ട്, പക്ഷേ അത് ചിലർ വിശ്വസിക്കും സിനിമാ പാട്ട് മാത്രമാണ് വലുതെന്ന് വെച്ചാൽ അതല്ല. തീർച്ചയായിട്ടും അല്ല. പക്ഷേ സാധാരണ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും പലപ്പോഴും സിനിമയാണ് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത്. ജയേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സപ്തതിയുടെ നിറവിലാണ്. കഴിഞ്ഞ മാസമായിരുന്നു. അതെ, 70 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാമെന്ന് ആൾക്കാർ പറയുന്നു. വേണമെങ്കിൽ ഈ സപ്തതിയുടെ നിറവിൽ ഇതുവരെ പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പറയാൻ വൈമുഖ്യം കാണിച്ചിരുന്ന കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ JB ജംഗ്ഷനിൽ ഇടാവുന്ന. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാനുള്ള കാര്യങ്ങൾ തുറന്നെല്ലാം തുറന്നടിച്ച് പറയുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സീക്രട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണ്.